ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഴുത്ത ചക്കയാണ്. ഇതെങ്ങനെ പുഴുങ്ങുന്നതെന്ന് നോക്കാം. ഇത് വെള്ളമൊന്നും വെക്കണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു ശകലം ഉപ്പ് നീരോ ഉപ്പ് പൊടിയോ ഇട്ട് കുക്കറിലൊന്നും അടിക്കാൻ നിൽക്കല്ലേ, ചെറുതായിട്ട് കുടഞ്ഞ് നമുക്കിത് പുഴുങ്ങുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് കുടഞ്ഞ് നമുക്കിത് പുഴുങ്ങുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഉപ്പ് പൊടി ഇടുവാണ്. ഇതിനെ ഒന്ന് കുലുക്കാം. ഇതിനെ ഒന്ന് ചെറുതായി അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. തീ കുറച്ചിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ. അടച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അടിക്കൊന്നും പിടിച്ചു പോകരുത്. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങി. നമുക്ക് കുറച്ച് തേങ്ങാപ്പീരിടാം. വീണ്ടും ഇതൊന്ന് കുലുക്കി യോജിപ്പിക്കാം. തവി വെച്ചൊന്നും ഇളക്കരുത്. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഇടാം. അതും നല്ലതുപോലെ കുലുക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ആവിയാക്കാം. അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിത് 4 മണിക്ക് ചായയുടെ കൂടെ തന്നെ ഇത് കഴിക്കാം. ചക്കപ്പഴപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. വരിക്കച്ചക്കയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.